ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഷോൾഡറാണ്. ഷോൾഡർ നമുക്കൊരു 8 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് താഴേക്കൊരു ആം ഹോള് ഒരു 7 ഇഞ്ച്. നമുക്ക് ചെസ്റ്റ് വരുന്നത് 12 ഇഞ്ചാണ്. നമുക്ക് എത്രയാണോ ചെസ്റ്റ് അതിൻ്റെ 4/1 കൂടെ ലൂസ് എത്രയാണോ നമുക്കൊരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് 1 ഇഞ്ച് വരെ ലൂസ് ഇടാം കേട്ടോ. ലൂസ് ഇട്ടിട്ട് ഇതിന് നമുക്ക് സീം അലവൻസ് ഒന്നും വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ പുറമേ കൂടെ ഇങ്ങനെ അടിച്ചു പോകുന്നതായതുകൊണ്ട് സീം അലവൻസ് ഒന്നും ഇടണം, കൃത്യം വണ്ണം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേസ്റ്റ് ലെങ്ത് വരുന്നത് ഒരു 14 ഇവിടെ ഇടുന്നത് കേട്ടോ. വേസ്റ്റ് വന്നിട്ട് 11. നമുക്കൊരു ഇത്തിരിയും കൂടി ലൂസ് ഇട്ടേക്കാം, ഒരു 11.5 ഇടാവേ. സീറ്റ് നമുക്കൊരു 22.5 എടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ വരുന്നത് നമുക്കൊരു 13.5 ഇടാം കേട്ടോ. ലെങ്തും കൂടി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലെങ്ത് വരുന്നത് നമുക്കൊരു 47. 47ൻ്റെ കൂടെ അടിവശം അടിക്കാൻ വേണ്ടി ഷോൾഡറൊന്നും നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല, അപ്പം അടിവശം മടക്കി അടിക്കാൻ വേണ്ടിയുള്ളത് മാത്രം കരുതുമ്പോട്ടാണ്. അപ്പോൾ ഒരു 1 ഇഞ്ച് കൂടി ഇട്ടിട്ട് 48 നമ്മൾ മാർക്ക് ചെയ്ത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിവശത്തുനിന്ന് മേളിലോട്ടൊരു കുറച്ചൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം. ഒരു ഓപ്പൺ പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി കാല് തട്ടാതിരിക്കാനൊക്കെ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 മാർക്ക് ചെയ്യുക. 2.5 മതി, അവിടെ അത്രേ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ആ 2.5 സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഷേപ്പ് വരച്ചു കൊടുക്കണം. നമ്മൾ ആം ഹോളിൻ്റെ ഇവിടെയൊന്നും അടിക്കണില്ല, ഇവിടെ മുതൽ ഇങ്ങനെ ഒന്ന് അടിച്ച് പോകണേ ഉള്ളൂ. സ്ലീവ് ഇങ്ങനെ തന്നെ നമുക്കിവിടെ ലൂസ് എടുക്കും കേട്ടോ. നമുക്കിതിൽ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, ലെങ്ത് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. ഇത് മാർക്കിങ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതോടെ മാത്രം നമ്മൾ സൈഡൊന്നും വെട്ടിക്കളയുന്നില്ല, തുമ്പെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ലെങ്ത് മാത്രം വെട്ടിക്കളയുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ അതിൽ കൂടെ ഒന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ കഫ്താൻ റെഡിയാണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്കിൻ്റെ മാർക്കിംഗ് ഉണ്ട്, അത് കാണിച്ചു തരാവേ. അടിവശത്തെ പീസിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം തയ്യൽ അറിയണമെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം. മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പെണ്ണൊക്കെ നമുക്കൊരു 6.25 ഇവിടെ എടുക്കുന്നത്. 3.5 ബോക്സ് ആക്കിയിട്ട് ഇതിന് നമ്മൾ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ലെങ്ത് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മളൊരു 3 ഇഞ്ചാണ്. പീസ് ഇവിടെ നമ്മൾ അടിവശത്ത് നമ്മൾ പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നെക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ താഴത്തെ പീസിലേക്ക് നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് ഇട്ടിട്ട് നമുക്കൊന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കേട്ടോ. നമുക്കൊന്ന് പതിച്ചുകൂടി അടിച്ചു കൊടുക്കാം. നമ്മൾ വലിയ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പീസൊന്നും ഇതിലോട്ട് നല്ല സ്ഥിതി കയറി വരാതിരിക്കും കേട്ടോ. അതിപ്പം എൻ്റെ അരിവശം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് മടക്കി മെഷീനിൽ തന്നെ അടിക്കാം. ഞാൻ ഹെൽപ്പ്
നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, നൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഹെം ചെയ്ത് വെച്ചിട്ട് ബാക്കി പോർഷൻ അടിക്കാം. ഇതാകുമ്പോൾ നമുക്ക് നിവർത്തിയിട്ടിട്ട് ഹെം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എളുപ്പമുണ്ടാവും. അടിച്ചതിന് ശേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങിപ്പോകാൻ ഹെം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിത് ഹെം ചെയ്ത് വെച്ചതിന് ശേഷമാണ് അരി കടിക്കുന്നത്. ഇനി ഈ മാർക്കിങ് കൂടെ താഴെ അടിച്ചെടുക്കാവേ. ഇതിൽ ഓരോ അടിക്കുള്ളൂ കേട്ടോ. നമുക്ക് ബാക്കിയുള്ള കുത്തിയൊക്കെ തയ്ക്കുന്ന പോലെ നമ്മൾ 2-3 അടിക്ക് കൊടുക്കാറില്ല. കത്താനായിട്ട് പുറമേ അടിപ്പ് വരുന്നുണ്ട്. ഒരടിപ്പ് ഇട്ടാൽ മതിയേ. അപ്പോൾ അടിക്കുന്നതൊക്കെ കെട്ടിട്ട് തന്നെ അടിക്ക് കഴിഞ്ഞ് പോകാണ്ട് ഒറ്റ അടിപ്പ് വരുന്നുള്ളൂ നമുക്ക് ഇത്. അതുകൊണ്ട് കെട്ടിട്ട് അടിച്ച് നിർത്തണം കേട്ടോ. നമുക്കിതിൻ്റെ അടിവശവും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല തുണിയാണ്, നമുക്ക് ലേസൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ അടിവശം മടക്കി എടുത്ത ശേഷം നമുക്ക് ലേസൊക്കെ കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കഫ്താൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ. താങ്ക്സ് ഫോർ വാച്ചിങ്.